സാധാരണ അറബി മാസം പിറക്കുന്നത് യു എയിലും സൗദിയിലുമൊക്കെ ഒരേ ദിവസം തന്നെയാണ്. എന്നാൽ ഇത്തവണ വന്നിരിക്കുന്നൊരു മാറ്റം റബീഉൽ അവ്വൽ, ഈ 1447 വർഷത്തിലെ റബീഉൽ അവ്വൽ 1 സൗദി അറേബ്യയിൽ ഇന്ന് ഞായറാഴ്ചയായിരുന്നു, യു എയിൽ നാളെ തിങ്കളാഴ്ചയാണ് എന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. 30 ദിവസവും സഫർ മാസം പൂർത്തിയാക്കിയിട്ടാണ് റബീഉൽ അവ്വലിലേക്ക് യു എ കടക്കുന്നത്. യു എ മാത്രമല്ല, ഒമാനിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പിറ കണ്ടു എന്ന് പറഞ്ഞ് നാളെ ആയിരിക്കും റബീഉൽ അവ്വൽ എന്ന സൂചന വന്നിട്ടുണ്ട്. ഈ മാസത്തിൻ്റെ പ്രത്യേകത, റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചക ജന്മദിനം. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 5 ആ ഒരു പ്രവാചക ദിനം എന്നുള്ളത് കൊണ്ട് യു എ പരമ്പരാഗതമായി അവധി പ്രഖ്യാപിക്കുന്ന രീതിയുണ്ടല്ലോ. അപ്പോൾ സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളി, ശനി, ഞായർ ചേർത്ത് വെച്ചുള്ളൊരു നീണ്ട വാരാന്ത്യം പ്രതീക്ഷിക്കാം എന്നുള്ള കൗതുകം അതിലുണ്ട്. മാത്രമല്ല, മലയാളികൾക്ക് ഓണം, തിരുവോണം സെപ്റ്റംബർ 5 എല്ലാം കൂടി ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു അവസരം, സമയം ഒക്കെ കിട്ടുകയാണ്. സൗദി അറേബ്യയ്ക്കൊപ്പം ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും ഇന്നായിരുന്നു റബീഉൽ അവ്വൽ 1 എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ ശക്തി എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ നിക്ഷേപം, ആ കരുതലാണല്ലോ. എല്ലാ രാജ്യങ്ങളുടെയും റിസർവ് ബാങ്കുകൾ, സെൻട്രൽ ബാങ്കുകൾ ഒക്കെ പറയുന്ന കാര്യം അങ്ങനെയാണ്. ആ കണക്ക് പുറത്തു വരുന്നു. 2025 ആദ്യത്തെ 6-7 മാസം പൂർത്തിയാകുമ്പോൾ കണക്ക് വരുന്നത് ഇങ്ങനെ: അമേരിക്ക തന്നെയാണ് അനിഷേധ്യമായ രൂപത്തിൽ 1-ാം സ്ഥാനം, ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ നിക്ഷേപവുമായിട്ട്. അവരുടെ കയ്യിലുള്ളത് 8133 ടണ്ണാണ്. തൊട്ടു പിന്നിൽ ജർമ്മനിയാണെങ്കിലും വ്യത്യാസം വളരെ കൂടുതലാണ്. ജർമ്മനിക്ക് 3351 ടൺ. ഇന്ത്യയും യു എയും ഈ വിഷയത്തിൽ നിലവാരം മെച്ചപ്പെടുത്തി. ഇന്ത്യ കൂടുതൽ കരുതൽ നിക്ഷേപം സ്വർണത്തിൻ്റെ കാര്യത്തിലാക്കി യു എ മുന്നോട്ട് പോവുകയാണ് എന്ന അറിയിപ്പാണ് വരുന്നത്. ഔദ്യോഗികമായിട്ട് റിസർവ് ബാങ്ക് പറയുന്നത് ഇന്ത്യയിൽ ഒരു 880 ടൺ ഉണ്ടാകും കരുതൽ നിക്ഷേപം എന്നാണ്. പക്ഷേ ഇന്ത്യയിലെ ഓരോ വീട്ടിലും ഒളിഞ്ഞിരിക്കുന്ന സ്വർണത്തിൻ്റെ കണക്കൊക്കെ നോക്കിയാൽ ഏകദേശം 25,000 ടൺ കഴിഞ്ഞു പോകും എന്നാണൊരു കണക്ക്. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയെപ്പോലെ വേറെ ഒരു രാജ്യത്തും, സാധാരണ വീടുകളിൽ ഇത്രയും സ്വർണമുള്ള ഒരു രാജ്യവും വേറെ ഉണ്ടാവില്ല എന്ന് വേണം കണക്ക് കൂട്ടാൻ. ഓഗസ്റ്റ് 25 തിങ്കളാഴ്ച പുതിയ അധ്യയന വർഷം യു എയിൽ ആരംഭിക്കുകയാണ്. ഏതാണ്ടൊരു 10 ലക്ഷം കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപകടരഹിത ദിനം എന്ന രൂപത്തിൽ കൂടി തിങ്കളാഴ്ചയെ കടത്തിവിടണമെന്ന രൂപത്തിൽ എല്ലാ എമിറേറ്റിലും റോഡ്സ് ആൻഡ് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വളരെ സജീവമായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസ് സേനയും രംഗത്ത് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഇന്ന് യു എയുടെ വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. സ്കൂളിൽ പോകുന്ന ഓരോ ദിവസവും ഓരോ കുട്ടിയും എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിച്ചിരിക്കണം, അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന ആശംസയാണ് സ്കൂൾ തുറക്കുന്ന സമയത്ത് അദ്ദേഹം നൽകിയിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക്, മസ്തിഷ്കത്തിലേക്ക് ആ സന്ദേശം എത്തട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു, ആശംസിക്കുന്നു. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Flour Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.